നിങ്ങളമ്മ ചോറ് വാരി തരുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ചോറ്, ദോശ, ഇഡ്ഡലി, പഴം എന്ത് സാധനം കഴിച്ചാലും അത് കുറേ കഷ്ണം കഷ്ണമായിട്ട് പീസ് ആയിട്ടാണ് നമ്മുടെ വയറ്റിലോട്ടേക്ക് എത്താം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചാലാണ് ആരോഗ്യം കിട്ടുള്ളൂ എന്ന് പറയലില്ലേ? ഈ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന മധുരത്തുള്ളികളാണ് നമ്മളുടെ ബോഡിയിലെ ഓരോ ഭാഗത്തോട്ടേക്ക് ചെന്നിട്ട് നമ്മളുടെ ബോഡിയിൽ ആരോഗ്യം എന്ന് പറഞ്ഞ സാധനം നൽകുന്നത്. ഈ ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് ഓടാനും ചാടാനും എന്ത് സാധനം വെറും ചിന്തിക്കാൻ വരെ ആരോഗ്യം നൽകുന്നത് ഈ മധുരത്തുള്ളികളാണ്. ഈ മധുരത്തുള്ളികളിനെ നിങ്ങളൊരു കാറ് പോലെ കരുതുക. ഇത് നമ്മളുടെ ബോഡീൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തോട്ടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു റോഡ് വേണം. ഈ റോഡിനെ നിങ്ങൾ ബ്ലഡ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ബോഡിയിലെ ഓരോ ഭാഗത്തോട്ടേക്കും ഈ കാർ എത്തണത് ബ്ലഡ് വഴിയാണ്. ഇനി ഈ ബ്ലഡ് വഴി സഞ്ചരിക്കുന്ന കാറുകൾ നിങ്ങളുടെ ഓരോ ശരീരത്തിലെ ഭാഗത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ആ ശരീരഭാഗത്തിൻ്റെ ഒരു താക്കോലുണ്ട്. ഈ താക്കോലുണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഡോറ് തുറന്ന് ഈ മധുരത്തുള്ളികൾ അതിൻ്റെ ഉള്ളിൽ കയറി ആ ശരീരത്തിൻ്റെ ആ അവയവം പ്രവർത്തിക്കാനും അതിൽ നിന്ന് എനർജി കിട്ടാനും സാധിക്കുള്ളൂ. അപ്പോൾ ഈ താക്കോല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു സ്പെസിഫിക് ഓർഗനാണ്. അപ്പോൾ ഈ പാൻക്രിയാസ് നമ്മുടെ വയറിൻ്റെ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇവനാണ് നമ്മുടെ ബോഡിയിലെ ഓരോ സ്ഥലത്തോട്ടേക്കുള്ള താക്കോലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ താക്കോലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ താക്കോല് വെച്ച് തുറക്കുന്ന ഡോറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ നമ്മുടെ ബോഡിയിലെ പാർട്സിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈ മധുരത്തുള്ളികൾ കടക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ മധുരത്തുള്ളികൾ റോട്ടിൽ തന്നെ നിൽക്കും. ഈ റോട്ടിൻ്റെ ഉള്ളിൽ കുറേ കാറുകൾ വരുമ്പോൾ അവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ടാവുകയാണ്. ഈ ട്രാഫിക് ജാം ഉണ്ടാവുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് എന്ന് പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റോട്ടിൽ ട്രാഫിക് ജാം വരുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നത്? നമ്മളുടെ ബ്ലഡിൻ്റെ ഉള്ളിൽ മധുരത്തിന്റെ അളവ് കൂടുകയല്ലേ ചെയ്യുന്നത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മധുരത്തുള്ളികളിനെ നമ്മളൊരു കാറാക്കിയിട്ടാണ് സങ്കല്പിച്ചേക്കുന്നത്. അപ്പോൾ മധുരം കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഡയബറ്റീസ് വരുന്നത്, എന്തൊരു ഫുഡ് കഴിച്ചാലും നമുക്ക് ഡയബറ്റീസ് വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ 2 ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ഉണ്ട്, അതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചാൽ മതി.